എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. അവസാനം വിനയൻ ആ സത്യങ്ങളൊക്കെ അറിയുവാണ്. അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവരെ ആക്രമിച്ചെന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചതിച്ചല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് വിനയൻ നെഞ്ചത്ത് കൈവെക്കുവാണ്. ഇത് വേദ ശ്രദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ വിനയേട്ടൻ ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ? പെട്ടെന്ന് അതുപോലെ തന്നെയാണ് നന്ദിനി ഓർത്ത് വിനയേട്ടൻ എന്താ എത്ര ടെൻഷൻ അടിക്കണേ. ഈ സമയത്ത് നന്ദിനി ചോദിച്ചു, എന്താ വിനയേട്ടാ, എന്താ പറ്റിയെന്ന് നിൽക്കേ? ഒന്നുമില്ലാന്ന് പറയണ. എന്താ വിനയേട്ടൻ അങ്ങനെ പറഞ്ഞേ? വിനയേട്ടന് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ എന്ന് ചോദിക്കണം. ഇത് കേട്ട വിനയൻ പറഞ്ഞു, എനിക്കെന്തറിവ്, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പറയണം. ആ സമയം വേദ പ്രത്യേകം ശ്രദ്ധിച്ചു വിനയന്റെ മുഖം. കാരണം വേദയ്ക്ക് മനസ്സിലായി എന്തോ ഒരു കള്ളത്തരം മൂടി വെക്കാൻ ശ്രമിക്കുന്ന പോലുണ്ട്. പെട്ടെന്ന് തന്നെ വിനയം അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഡ്രസ്സ് മാറി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. നന്ദിനി പുറകെ ചെന്നിട്ട് ചോദിച്ചു, ഇത് എങ്ങോട്ടാ വിനയേട്ടാ പോണെന്ന് ചോദിക്കാം. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു വരെ പോണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം വിക്രം നല്ല സ്പീഡിൽ തന്നെ വിടുവാണ്. അവര് ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട്. ഒരു പക്ഷേങ്കില് ഇനിയിപ്പം അവന്മാര് വെറുതെ ഇരിക്കുന്നില്ലെങ്കിൽ അഭിലാഷിന്റെ ഗുണ്ടകളാണോ അങ്ങനെയൊക്കെ ചെയ്ത അന്നറിയത്തില്ല, ഉറപ്പൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവന്മാര് വെറുതെ ഇരിക്കത്തില്ല. ഇനി അച്ഛനും അമ്മേനെ ഉപദ്രവിക്കാനായിട്ട് ഇറങ്ങും. ആ അച്ഛനും അമ്മേനെ ഫോളോ ചെയ്ത് പോകും. അതിനു മുമ്പ് തന്നെ അവരുടെ അടുത്ത് എത്തണം. എന്ത് ചെയ്യാൻ പറ്റും? താൻ കാരണം ഒരു കാരണവശാലും അവർക്കൊരാപത്ത് സംഭവിക്കില്ല. അങ്ങനെയൊക്കെയായിരുന്നു വിക്രത്തിന്റെ മനസ്സിലുണ്ടായിരുന്നേ. പിന്നീട് വിക്രം ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഈ സമയത്ത് ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുകയാണ് സുധാകരൻ മാഷും കമലയും കൂടെ. അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച് വലം വെച്ച് വരുന്ന സമയത്ത് അഭിലാഷിന്റെ 2 ഗുണ്ടകൾ അവന്മാര് ക്ഷേത്രത്തിന്റെ അങ്ങോട്ടേക്ക് കയറി വരുവാണ്. കാരണം അവിടെ വെച്ച് ഒരു സീൻ ഉണ്ടാക്കാൻ തന്നെയാണ് അവന്മാരുടെ തീരുമാനം. കാരണം ക്ഷേത്രത്തിൽ തൊഴുത് ഇറങ്ങി വരുന്ന സമയത്ത് അവരെ പരിക്കേൽപ്പിക്കാൻ തന്നെയായിരുന്നു തീരുമാനം. പക്ഷേങ്കിൽ ആ കൃത്യ സമയത്ത് തന്നെ വിക്രം അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ അവന്മാരുടെ ഒരു കളികളും നടന്നില്ല. വിക്രം വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന്മാർക്ക് തോന്നി കളി പന്തിയല്ല എന്നുള്ള കാര്യം. അവന്മാര് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുവാണ്. വിക്രത്തിന് മനസ്സിലായി താൻ വന്നത് കണ്ടിട്ടാണ് അവന്മാർ അവിടുന്ന് പോയെന്നുള്ള കാര്യം. പിന്നീട് സുധാരമാഷും കമലയും കൂടെ പ്രാർത്ഥന കഴിഞ്ഞ് അങ്ങോട്ട് തിരിയുമ്പത്തേനും അവിടെ വന്ന് വിക്രം നോക്കി നിൽക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി എസ്കോട്ട് വന്ന പോലെ തോന്നുവാണ്. കാരണം വിക്രം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ക്ഷേത്രത്തിൽ വരുന്നതല്ല. പിന്നീട് സുധാരമാഷ് പറഞ്ഞു, ക്ഷേത്രത്തിൽ പോലും സമാധാനത്തോടെ ഇപ്പൊ വരാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി. എന്ത് ചെയ്യാനാന്ന് പറ, നമ്മുടെ വിധി, അല്ലാതെ എന്ത് ചെയ്യാനാന്നൊക്കെ പറയണ. ഇത് കേട്ടപ്പോ കമല പറഞ്ഞു, വേണ്ട മാഷേ എന്ന് പറയണ. പിന്നല്ലാതെ ചിലർക്കൊക്കെ പേടി കാണുമായിരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ ഓർത്തിട്ട്. അതുകൊണ്ട് എസ്കോട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. കമല പറഞ്ഞു, ഇങ്ങനെ പറയല്ലേ, അവൻ നമ്മുടെ മോനെ നിൽക്കുക, നമ്മുടെ മോനാണ് പോലും, ഒരക്ഷരം പോലും മിണ്ടിയേക്കല് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ കമലയുടെ കൈയും പിടിച്ചങ്ങ് ഇറങ്ങി പോവാണ്. അങ്ങനെ അവരെ എന്ന് ഓട്ടോറിക്ഷ കയറുന്നോടം വരെ വിക്രം അവിടെ നിന്നു. പിന്നീട് അവർ ഓട്ടോറിക്ഷ കയറിയതിന് ശേഷം അതിന് പുറകെ തന്നെ ആ വണ്ടിക്ക് പുറകെ തന്നെ വിക്രം പോവാണ്. വിക്രത്തിന് പേടിയാ, വീട്ടിൽ കൊണ്ടേ അവരെ എത്തിക്കുന്നോടം വരെ ഒരു സമാധാനമില്ല. വീട്ടിലെത്തിയാൽ മാത്രമേ അവർ സേഫ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ മുമ്പത്തെ പോലെ അവന്മാരെങ്ങാനും വന്നാലോ എന്നൊരു ചിന്തയൊക്കെ വിക്രത്തിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് അവര് വീട്ടിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ ആ സമയം തന്നെ വിക്രം വിളിക്കുവാണ്. ശ്രീനിവാസ് സാറിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. ഇന്ന് ക്ഷേത്രത്തിൽ പോയ സമയത്ത് അവന്മാര് പുറകെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന്മാർ ഓടിപ്പോയെന്നൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, നീ പേടിക്കേണ്ട വിക്രം, നീ ഇതിനകത്ത് ഇടപെടുവാൻ വേണ്ട. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാം, ഞാൻ തന്നെ എന്ത് വേണം ചെയ്തോളാം. നീ ഒരു കാരണത്താലും ഈ കേസിനകത്ത് ഇടപെടുകയോ വേണ്ടെന്ന് പറയണം. പിന്നീട് വിനയ നേരെ ശ്രീകാന്തിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാണ്. ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. അങ്ങനെ ചെന്നപ്പോഴത്തെ ശ്രീകാന്ത് ചോദിച്ചു, എന്താ വിനയ, എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, ഒരു കാരണവശാല് എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പോറല് പോലും സംഭവിച്ചേക്കല്ലെന്ന് പറയണ. നിന്റെ അച്ഛനും അമ്മയ്ക്കും പോറല് സംഭവിക്കണം, അതിന് ഞാൻ അവരെയൊന്നും ചെയ്തില്ല എന്ന് പറയണ. വെറുതെ കള്ളത്തരം കാണിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്റെ അടുത്ത് എന്താ പറഞ്ഞേ? വിക്രത്തിനെ കൊടുക്കണം എന്നല്ലേ പറഞ്ഞേ? അവൻ എന്റെ അനിയനായിട്ട് പോലും നിങ്ങൾക്കൊപ്പം സപ്പോർട്ട് ചെയ്ത് ഞാൻ നിന്നു. ഇത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു, അതിനുള്ള പണവും നീ എണ്ണി വാങ്ങിച്ചില്ലെന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഇനി എന്റെ കുടുംബത്തെ വേട്ടയാടാൻ വന്നേക്കരുത്. അറിയാലോ, എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പോറല് പോലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടത് ശ്രീകാന്ത് പറഞ്ഞു, ഓഹോ, പൈസ മേടിച്ച് കയ്യിലിട്ടിട്ട് എന്നെ ഇപ്പം ഭരിക്കാൻ വരുവാണെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പിന്നീട് ദേഷ്യം വന്നു. ദേ എന്റെ കുടുംബത്തിൽ കയറി കളിച്ചോണ്ടല്ല, കളി അങ്ങോട്ട് മാറുമെന്ന് പറയണം. അറിയാലോ, പിന്നെ ഞാൻ എന്താ ചെയ്യുന്ന പോലും എനിക്ക് പറയാൻ പറ്റില്ല. കാര്യമൊക്കെ കാര്യം തന്നെ, പക്ഷേ എങ്കില് പൈസയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നു കരുതണ്ട. എന്റെ അച്ഛനും അമ്മയ്ക്ക് പോർല പോലെ ഏറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇങ്ങോട്ടൊരു വരവ് അങ്ങോട്ട് വരുമെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് മുണ്ടും അടയ്ക്ക് കുത്തി വിനയൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ്. ആ സമയത്താണ് ശങ്കരൻ നാരായണൻ അങ്ങോട്ട് വരുന്നത്. ശങ്കരനാരായണൻ കേട്ടു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് ശങ്കരൻ വന്നിട്ട് ചോദിച്ചു, എന്താ ശ്രീകാന്തെ കാര്യം നിൽക്കുക? അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞു തീരുമല്ല, കർണം തീർത്തങ്ങോട്ട് പൊട്ടിക്കുകയാണ്.
കുടുംബത്തിന് അഭിമാനം കളയാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുവാണ്ടാ നീന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ അച്ഛൻ ഞാന് നിനക്ക് നാണമില്ലടാ ഇതുപോലത്തെ ചീള് പണികളൊക്കെ കളിക്കാനായിട്ട്. കുടുംബത്തിൽ കയറി കളിക്കുന്നോ? നിന്നോട് ആരടാ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാനെന്ന് ചോദിക്കാം. അത് പിന്നെ അച്ഛൻ ഞാൻ എടാ ഇങ്ങനെയൊന്നും അല്ല വേണ്ടേ. അവൻ ചെയ്ത ദ്രോഹത്തിന് അവൻ തന്നെ അനുഭവിക്കണം. അവനെ കൊണ്ട് തന്നെ വേണം അവന് ശിക്ഷ കൊടുപ്പിക്കാനായിട്ട്. അല്ലാതെ അവരുടെ വീട്ടിലുള്ളവരെ കയറി കളിച്ചിട്ടല്ല. അവരുടെ വീട്ടിലുള്ളവർക്ക് ഒരു പോറല് പോലും ഏക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? അവനോടുള്ള ദേഷ്യം അവനോട് തന്നെ തീർക്കണം, അല്ലാതെ വീട്ടുകാരോടല്ല തീർക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണൻ ചീത്ത പറയണ ശ്രീകാന്തിനെ. അവസാനം ശ്രീകാന്ത് പറഞ്ഞു, അതച്ഛ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, അബദ്ധമാണ് പോലും. മേലാല് ഇനി ഇത് ആവർത്തിച്ചേക്കല്ല, അവനുള്ള ശിക്ഷ അവന് തന്നെ കൊടുക്കണം എന്നൊക്കെ പറയാണ്. ഈ സമയം ഇതൊന്നും വിക്രം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ സമയം ശ്രീനിവാസ് സാറും ഗുണ്ടകളും കൂടെ എന്താണ് നേരെ അഭിലാഷിനെ പൊക്കാനായിട്ട് പോവാണ്. അങ്ങനെ അഭിലാഷ് കറങ്ങിത്തിരിഞ്ഞ് നേരെ ശ്രീനിവാസ് സാറിന്റെ ഗുണ്ടകളുടെ മുന്നിലേക്ക് എന്ന് പെടുവാണ്. പെട്ടെന്ന് ഗുണ്ടകൾ ശ്രീനിവാസ് സാറും വണ്ടിക്കകത്തും കൊണ്ട് ഇറങ്ങി. ശ്രീനിവാസ് സാറിനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് അഭിലാഷ് ഒന്ന് പതറി. പിന്നീട് ശ്രീനിവാസിനെ എന്നിട്ട് ചോദിച്ചു, എന്താടാ നിനക്ക് എന്നെ കണ്ടപ്പോ ഒരു പരിങ്ങല്? ഒന്നുമില്ലാന്ന് പറയണം. ഇപ്പൊ കളിച്ച് കളിച്ച് നീ വീട്ടിൽ കയറി കളിക്കാൻ തുടങ്ങിയല്ലേ? വിക്രത്തിന്റെ വീട്ടിൽ കയറി കളിക്കാൻ തുടങ്ങിയല്ലേന്ന് ചോദിക്കും. ഇല്ല സാറേ ഞാനെങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയാണ്. പറഞ്ഞ തീരുവല്ല. ശ്രീനിവാസന് ഒറ്റയുടെ അടിയായിരുന്നു. പിന്നീട് കൂടുതലുള്ള കൂട്ടാളികളോട് പറഞ്ഞു, തൂക്കിയെടുക്കടാ ഇവനെ എന്ന് പറയണം. പിന്നീട് ഗുണ്ടകളെല്ലാം കൂടെ ചേർന്നിട്ട് അവനെ തൂക്കിയെടുത്തു. പിന്നീട് നേരെ ഗോഡൌണിലേക്ക് കൊണ്ടുപോവാണ്. പിന്നീട് വിക്രത്തിനെ വിളിച്ചു പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, അവനെ ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്. അഭിലാഷ് എന്ന് പറയുന്നതിന് ഇനി അവൻ തല പൊക്കത്തില്ല എന്ന് പറയാണ്. പിന്നീട് സുധാരമാഷും കമലയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പം തന്നെ അങ്ങോട്ടേക്ക് വിക്രമും കൂടെ വരുവാണ്. പിന്നീട് ഇവരെ കണ്ടു കഴിഞ്ഞപ്പത്തിന് വേദ ഓടി ഇറങ്ങി ചെല്ലുവാണ്. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛനമ്മ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് എന്തെങ്കിലും സംഭവിക്കോ, ഇനി മുമ്പേത്തെ പോലെ എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ എന്നൊക്കെ. ഒന്നും പറ്റില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ട് സമാധാനം വരുന്നത്. പിന്നീട് വിക്രത്തിന്റെ അടുത്ത് എന്നിട്ട് പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സുധാരമാഷ് പറഞ്ഞു, ഓഹോ അപ്പൊ നീ ഇവനെ ഞങ്ങൾക്ക് എസ്കോർട്ട് വിട്ടായിരുന്നല്ലേ, കൊള്ളാം, നല്ല കഥയായി പോയെന്ന് പറയാണ്. ഇപ്പം ഗുണ്ടകളെ പേടിച്ചിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി കാര്യങ്ങളൊക്കെ. കണ്ടല്ലോ കമലെ, ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? നിന്റെ മോൻ കാരണം ഇത്ര നല്ല ഉപകാരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാഷ അകത്തേക്ക് കയറി പോവാണ്. കമലയ്ക്കും ആകെപ്പാടെ വിഷമമായി. കമലയൊന്നും മിണ്ടാതെ കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അതെ ഇനിയിപ്പൊ അവന്റെ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയണ. ആരുടെ കാര്യത്തില്? ആ ഗുണ്ടാഭിലാഷിന്റെ കാര്യത്തില്. അതെന്താ? അവനെ ശ്രീനിവാസ് സാറ് പൊക്കിയിട്ടുണ്ടെന്ന് പറയണം. പ്രോഗ്രസ് പാർട്ടിയുടെ നേതാവാണല്ലോ ഈ പറയുന്ന ശ്രീനിവാസ് സാറ്. നിങ്ങളൊക്കെ അനുയായികളല്ലേ, കൊള്ളാം, സമ്മതിച്ചു തന്നിരിക്കുന്നു പറയാണ്. ഇത് കേട്ടതും വിക്രത്തിന് ഇഷ്ടപ്പെടില്ല. എന്താടി നീ പറഞ്ഞേ? എന്റെ പാർട്ടിന്റെ കുറ്റം പറയണോ? പിന്നെ കുറ്റം പറയാതെ നിങ്ങളുടെ നേതാവിനെ ഞാൻ കുറ്റം പറയുക തന്നെ ചെയ്യും. കാരണം അതുപോലത്തെ പ്രവൃത്തികളൊക്കെ അല്ലേ ചില സമയത്ത് ചെയ്തു വെക്കണമെന്ന് ചോദിക്കാം. വിക്രത്തിന് ഇഷ്ടപ്പെട്ടില്ല. വിക്രം അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ വാങ്ങുവാണ്. വേദ പറഞ്ഞു, എന്റെ ദേഹത്തെയും കൈ കൊണ്ടിട്ടുണ്ടല്ലോ, ഈ വേദ ആരാ നിങ്ങളെ കാണിച്ചു തരുമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒരു നിമിഷം സ്തംഭിച്ചു നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.